ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ 65 ബിരിയാണിയാണ്. വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ചിക്കൻ 65 ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂണിലും കുറവായിട്ട് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനിന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറഞ്ഞത് ഒരു 1 മണിക്കൂർ നമ്മൾക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു മണിക്കൂറിന് ശേഷം ഞാനിവിടെ പാനിൽ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായി. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിൽ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗമായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ ഭാഗവും നല്ല ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ഗാർലിക് ചതച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരക പൗഡറും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ ബിരിയാണി മസാലയും ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ പോലെ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണ് ചില്ലി ഗാർലിക് സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പോലെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചൊരു റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ചിക്കൻ 65. ഇനി ബിരിയാണി ആക്കി എടുക്കണം. ഇനി ബിരിയാണി റെഡിയാക്കാനുള്ള വലിയൊരു സ്റ്റീലിൻ്റെ പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ കുറച്ച് വീഡിയോ പൗസായിപ്പോയത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. കുറച്ച് കട്ടായി പോയിട്ടുണ്ട്. സോറി. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിലേക്ക് 8 പച്ചമുളകും 10 അല്ലി ഗാർലിക്കും വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയൊരു തക്കാളി ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഫ്രൈ ചെയ്ത ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ബസ്മതി റൈസ് ഗീയും ചോറ് മസാലയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് ഊറ്റിയെടുത്ത ബസ്മതി റൈസ് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓണിയൻ ഫ്രൈ ചെയ്തായിരുന്നു. ഓണിയൻ, കിസ്മിസ്, കാഷ്യൂ ഒക്കെ ഫ്രൈ ചെയ്തത് സാധാരണ നമ്മൾ ഇടുന്നത് പോലെ ഇട്ട് കൊടുത്ത് ദം ചെയ്തെടുക്കണം. മല്ലിയില കൂടി ഇട്ട് കൊടുത്തായിരുന്നു. ഇതിൻ്റെ മേലെ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പാലെടുത്ത് അതിൽ യെല്ലോ കളർ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ച് നമ്മൾക്കൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മിട്ടെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എമ്മിയൻ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇവിടെ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഞാൻ വലിയൊരു സർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ നല്ല മസാല ഉണ്ട്. മസാലയുടെ കൂടെ തന്നെ ഈ ബൗളിലേക്ക് ഞാൻ മാറ്റിയെടുക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓളമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുകയുള്ളൂ. അപ്പോൾ ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.